ഇന്നലെ കട്ടിൽ മന്നാണ് ചാടി വിട്ടി. കട്ടിൽ മന്നാണ് ചാടി വിട്ടി. എന്താ എന്തപ്പോ നേരം വൈകി? നിങ്ങളിന്ന് വിരുന്നേരം ഇറങ്ങാണ്ട് എന്നിട്ട് ഈ നേരത്തോ എന്നാ ചോറിന്നിട്ട് പോന്നൂടെ? ഞങ്ങളോട് പറഞ്ഞല്ലോ മീറ്റ് വൈകുന്നേരത്തിന് മേത്തുന്നോട് അജ്ജിങ്ങനെ പറഞ്ഞിനി. അതൊന്നല്ല എനിക്കൊരു വേറെ കാണലുണ്ട്. എനിക്ക് എന്റെ ഉമ്മാനിപ്പാനൊക്കെ ബ്രോസ്റ്റ് കഴിച്ചോ? ബ്രോസ്റ്റ് കഴിച്ചു, അൽഫാം കഴിച്ചു. പോട്ടേന്നാ പോട്ടേന്നാ ഞങ്ങൾ അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ലോഗ് തുടങ്ങുന്നത് ജിബ്രാന്റെ ഓരോ ഐറ്റംസിൽ നിന്നാണ്. എന്നെ ഛർദി മാറിയോ? എന്താ ചേർന്നെ? വലുതായി കായ് എടുത്തിന് മുതലായി, ഷീറ്റ് വാങ്ങിന് മുതലായി, എന്റെ അളവെടുക്കാനായല്ലോ ട്ടോ ഷിഷ ബേബിയേ അളവേ. നിലത്ത് കിടത്താനാ? എന്നാ പിന്നെ ഫുൾ ടൈം നിലത്തേക്കാറില്ലേ? എന്നാ നിലത്ത് കടത്തിക്കളാ, എന്തിനാ മാറ്റിൽ കിടത്തിന്? എന്നാ മാറ്റ് കടത്തി വളരാൻ അങ്ങനെ പറയും. അത് നലോച്ചു ഞാൻ പറയണ അടങ്ങിയ ഒരു ഭാഗത്ത് കടക്കുമ്പോ അതിനൊന്നും ഒളിപ്പിച്ചെടുത്ത് നീച്ച് ഇതെന്താ ഇപ്പഴെന്താ അങ്ങനെ പഠിക്കോ? അഞ്ഞത് ചിഞ്ചു പറഞ്ഞു നാളെ പറഞ്ഞേക്കാറുണ്ട്. ഞാനേ ജിബ്രാൻ മൊബൈല് വേണമെങ്കിൽ കഴിച്ചോ, മൊബൈലുമേ അല്ലെ ഇപ്പൊ വാങ്ങി വെക്കും ഞാൻ കേട്ടോ. ചായ വിളമ്പിയോ? ആ ഗ്യാസ് കഴിഞ്ഞെടുത്തോ? എന്നാണ് കുട്ടീന്റെ ഫുഡ് കൊടുക്കൽ ആദ്യ ആയിക്കോട്ടെ. എന്താണ് കൊടുക്കൽ? എന്നിട്ട് അമ്മനോടൊക്കെ ഒന്ന് വൈകുന്നേരം അങ്ങോട്ട് വരാൻ പറഞ്ഞോളാം. നാളെ രാവിലെ ആക്കല്ലേ? അപ്പൊ ഗൈസ് നമ്മളെ ടിഷ്യൂ ബേബിന്റെ ഫുഡ് കൊടുക്കല് നാളെയാണ് കേട്ടോ. അതെന്താണ്? ഗോതമ്പ് പുരാവി ഉണ്ടാക്കിയത്. ഇങ്ങോട്ട് കൊണ്ടുവന്നേരാറ്. ഞാൻ പിന്നെ പന്തലിക്ക് പോയി മറന്നു കണ്ട് ടർഫിക്ക് പോയി. അപ്പൊ ഗൈസ് ഇതാണ് കഴിക്കട്ടെ കേട്ടോ. ഞാൻ എന്നിൻ്റെ രാവിലത്തെ ഫുഡ് ക്രമമാണിത്. ചിക്കൻ്റെ ചട്ടിയിൽ ഒപ്പിയിട്ട് അപ്പം തിന്നുക, പിന്നെ കോഴിമുട്ട 3 അതിലൊന്ന് നമ്മൾ മഞ്ഞടക്കം കഴിക്കും, പിന്നെ ബാക്കി 2 വെള്ളം, പിന്നെ 1 ഗ്ലാസ് പാലും, പിന്നെ എന്താ വേണ്ടി. ഇതൊക്കെ രാവിലെ. ഗ്യാസും കുറ്റിയും കൂടി ഇല്ല, ഇവിടെ ഒപ്പിച്ചുകൊണ്ടാണ് ഓൾ ഉണ്ടാക്കുന്നത്. അതായത് ഓളമ്മ പണ്ട് ഇവിടുത്തെ 2 ഗ്യാസ് കുറ്റി ഉണ്ടായിന് കേട്ടോ. ഗ്യാസ് ഞങ്ങൾക്ക് അതിലൊരു ഗ്യാസ് കുറ്റി നമ്മൾ കടയിലത്തെ ചെക്കന്മാർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ ഓളമ്മ ഞാനും ഓളൊന്നും അറിയാതെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചേക്കുക. സർപ്രൈസ് ആയിട്ട് എപ്പോഴും കുടുങ്ങുമ്പോൾ എടുക്കാറുണ്ട്. എന്താണ് അതിന്റെ അപ്പുറത്തേക്ക് എത്തില്ലേ? മാറുന്ന നീച്ച് ആ ഗ്യാസ് കുറ്റിമേലാണ് എൻ്റെ കുട്ടി എന്തുണ്ടാക്കണത്, ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. സൂപ്പർ ആട്ടജ്. ആ കുട്ടിക്ക് ആ ടി വി ഇട്ട് കൊടുത്തടി. അതൊന്നും ഇല്ലായിട്ടായിരുന്നു ഒരു പക്ഷെ. അങ്ങനെ നമ്മുടെ ഇബ്രുക്കുട്ടി സ്കൂള് വിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. എനിക്ക് ഇവനെ ഇഷ്ടമാണ് ഗായ്സ്. കാരണം ഇവന്റെ സ്വഭാവം, ഇവന്റെ വർത്താനം, ഇവന്റെ നെറ്റി നോക്കാനൊന്നുമില്ല. ഇവനെ ഒരു മുറിയിക്കണ തിരിച്ചാ സ്കൂളിൽ നിന്ന് ആരോ സ്കെയിലുകൊണ്ട് ഓനെന്നെ എന്താണ് സ്കെയില് വരുതേക്ക് മോത്ത്
അത് പിന്നെ കണ്ണാടി പോയാൽ നോക്കിക്കോ അതിലൊലത്താനല്ല എന്ത് ഓനെ ആ എന്തോ നിലത്ത് ചാടിയപ്പോ അത് എടുക്കാൻ വേണ്ടി കുമ്പിട്ട് നീച്ചപ്പോ സ്കെയിൽ ഇങ്ങനെ സ്കെയിൽ വരുത് പക്ഷെ കഴിച്ചിലായിക്കണം കേട്ടോ അതൊക്കെ എവിടുന്നാണ് സ്റ്റാർട്ടിങ് നോക്കാം ഇവിടുന്ന് കുറച്ചും വാളലുള്ളൂ മുറിയൊന്നും ആയിട്ടില്ല ചോര എത്ര ലിറ്ററൊക്കെ പോയോ ഒരു കുപ്പി ഉണ്ട് കഴിഞ്ഞോ ഒരു കുപ്പി ചോര ഉണ്ടായില്ല ആ അതൊന്നും പ്രശ്നമല്ലടാ അതിപ്പോ നമ്മള് സാധാ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകുമ്പോ തന്നെ എത്ര വലിപ്പല്ലേ ട്യൂബിലെടുക്കുന്നത് അറിയില്ല എനിക്ക് എത്തപ്പന്റെ പരിപാടി വരാനൊഴിവില്ല ആ ഒരു കാര്യം കാണിച്ചു തന്നോട്ടെ ഏതാണ് എടുത്തേക്കിട്ടോ ജിബ്രാനിൽ ഗായസ് അപ്പൊ ഇന്നലെയൊക്കെ ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇന്ന് അംഗനവാടിക്ക് പോയിട്ടില്ല ഇപ്പൊ ഓക്കെയാണ് പക്ഷെ ഇന്ന് ഇനായ ഇല്ലാത്തോണ്ടല്ലേ ഓന് അതെ ഇനായക്കുന്ന് മടി ആയതുകൊണ്ട് ഓന് പോകാൻ കൂടിയില്ല പിള്ളേര് ജിബ്രാൻ എനിക്ക് ഒറ്റക്ക് പോയിക്കൂടെ ഇനായ ഇല്ലെങ്കിലും ഇത് വലിയ കുട്ടിയല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവന്നീനോ കുട്ടികള് ഇവർക്ക് അങ്ങനെ പോകുമ്പോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടോ ഒരു ദിവസം അങ്ങനെ കൊണ്ടേ കൊടുക്കാൻ പറ്റുമോ ഇതിപ്പോ എല്ലാരും വിളിച്ചിങ്ങാണ്ട് ഗ്രൂപ്പിലുണ്ട് ഫോട്ടോ ഇന്ന ആള് കൊണ്ടുവന്നതാട്ടോ ഓർന്നിങ്ങാണ്ട് ബോയ്സ് ഒക്കെ എന്നാ നമുക്കൊരു ദിവസം ഓറഞ്ചോ മാങ്ങ ഡ്രാഗൺ ഫ്രൂട്ടോ യാ മോളെ 8 അല്ല 9 9 മാർക്ക് ഓ എത്താണ് പേടാ പ്രശ്നം ഇബ്രാനെ പഠിച്ചണ ബുക്കുമ്പോ ചവിട്ടാൻ പാടില്ല കേട്ടോ യാസ് ഒക്കെ ശരി സ്റ്റാറും എങ്ങനെ നമുക്ക് ഇത്ര ബുദ്ധി ജിബ്രാൻ അടങ്ങി നിന്നോ എങ്ങനെയാണ് എനിക്ക് ഇത്ര ബുദ്ധി ഇത് പഠിപ്പിച്ചിട്ട് ഞങ്ങളെ ക്ലാസ്സിലെ അന്ന ലീഡർ ആക്കുഞ്ഞി ലീഡർ നാണ്ടോ ഇച്ചിഷ്ടല്ല ലീഡർ ആണ്ടിട്ട് എന്തായാലും ഓ അല്ല തുജ് ലീഡർ ആക്കാറ ഞാൻ എല്ലാവരോട് ടീച്ചറോട് എന്റെ അപ്പച്ചി ലീഡർ ആയത് പറഞ്ഞു ലീഡർ ആയാലേ കൊറേ ഉത്തരവാദിത്വം കൂടും എന്തേ ഞാനൊക്കെ എന്റെ മാതിരി സ്കൂളിൽ ലീഡർ ഇനി എന്നിട്ട് ഞാനൊന്നും ആയിട്ടില്ലല്ലോ നായില്ലായത് അപ്പൊ സ്കൂളിൽ ലീഡർമാരൊക്കെ പൊട്ടന്മാരെ കാരം ഒറ്റ കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനല്ലാതെ ഞാൻ പിച്ചയായിട്ട് തരുമായിരുന്നില്ല മറ്റേ കുട്ടികള് ജോലി ഉണ്ടല്ലേ ജോലി ഉണ്ടല്ലേ ചി എന്താ ജോലി കണ്ടിട്ടില്ലേ ജി നമ്മളെ ബ്യൂട്ടി പാർലർ ആയിരുതാ ബിസിനസ് ഐഷുമാ സ്പീക്കർ ആയിരുതാ യൂട്യൂബ് ചാനൽ ആയിരുതാ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ആയിരുതാ ആരണാ അതൊക്കെ എന്റെ ജോലിയല്ലേ സ്റ്റാറോ എന്ത് അബ്രു നീച്ച് പോയേക്ക് അതെങ്ങനെ വന്നേ നല്ല ഇങ്ങനെ ഇരുന്നിന്റെ അതുകൊണ്ടാണത് നമുക്ക് ഓനൊരു വ്യത്യാസം കാട്ടലാണ് തള്ളാർക്ക് മക്കളെ വ്യത്യാസം കാട്ടാൻ കഴിയില്ല ഞാൻ കണ്ടില്ല ഒറ്റ ഒന്നിന് ഇതാക്കൂല ആ അതുകൊണ്ട് ആരും വ്യത്യാസം കാട്ടുന്നില്ല പേര് ആ 4ന്റെ സ്പെല്ലിങ് പറഞ്ഞ 4ന്റെ സ്പെല്ലിങ് മോനെ മുളക് 9ന്റെ സ്പെല്ലിങ് പറഞ്ഞ 9ന്റെ സ്പെല്ലിങ് അപ്പുറത്തല്ലേ എടാ എടാ കൈ ഇങ്ങനെ ഓട്ടിക്കാ ഇങ്ങനെ ഓടിച്ചാ ആകെ പിന്നെ പറ പിന്നെ നോക്കാ ഇങ്ങനെ പിടിച്ചാ ഇങ്ങനെ പിടിച്ചാ ഇപ്പച്ചിന്റെ ശക്തി അള്ളാവിന്റെ ശക്തി ആ ശക്തി ഉപയോഗിച്ച് ഞാൻ ഇപ്പച്ചിയെയും ഉമ്മച്ചിയെയും നല്ല പോലെ നോക്കും കൈ ഇങ്ങനെ ആട്ടെ ഐ ലവ് യു ഉപ്പച്ചി ഉമ്മച്ചി
എന്തി ഇബ്രാഹിമേ അനക്ക് ആരാ പുസ്തകം വാങ്ങി തന്നെ ഈ നോട്ടീസ് ആരതാ ആരാ വാങ്ങി തന്നെ ബാഗ് ആരാ വാങ്ങി തന്നെ ട്രൗസർ ആരാ വാങ്ങി തന്നെ കുപ്പായ ഞങ്ങൾക്ക് എന്താ വേണ്ട ചെരുപ്പ് പൊട്ടിയത് അല്ലേ എവിടെ വേണ്ട ചെരുപ്പ് ചെരുപ്പൊക്കെ പുതിയ ചെരുപ്പ് 550 ഉറുപ്പ് എടുത്ത് വാങ്ങിയതാ അടിച്ചടിച്ച് പൊട്ടിച്ചിക്കണം ഇങ്ങോട്ട് ഇത് വാൾക്കാരൻ്റെ ചെരുപ്പാണ് അറിയാണ്ട് തന്നത് ബ്രാൻഡാണ് അറിയാണ്ട് ആ അങ്ങനത്തെ പറ്റുള്ളൂ ആ ഇതായിപ്പോ ഇനിയിപ്പോ ഷൂ ഇടാനായില്ല ഇബ്രാഹിം എന്നാ ബ്രോ ഷൂ ഇടാൻ പറഞ്ഞേ 2 മാസോ ആ എവിടെ നോക്കിയാണ്ട് പറയണേ ഇവിടെ എഴുതി വെച്ചിക്കണോ ഓൽക്കെന്തേലും കൊടുത്തടി സ്കൂള് വിട്ട് വന്നല്ലേ ബാഗും ബുക്കൊക്കെ എടുത്തുവെച്ചാൽ മഴച്ചാറ്റിൽ കൊള്ളുമ്പോ എന്നാ എഴുത്തും പണ്ടിയും വരെയൊക്കെ പിന്നെ അങ്ങോട്ട് കാട്ടിക്കണേ ആട് പോയി എടുത്തോണ്ട നക്കടാക്കെ അതുകൊണ്ടേക്കെ ഹലോ ഗായ് സാറേ നടക്കാനല്ല നമുക്കൊക്കെ ആരോഗ്യം തന്നിക്കണ എന്തിനാണ് ബാഗും ബുക്കൊക്കെ കൊണ്ടേക്കാൻ വലിച്ചുകൊണ്ടോല്ലേ പൊന്തിച്ചാണ് വലിച്ചോണ്ടല്ലേ പൊന്തിച്ചാണ് ബാഗ് കൊണ്ട് ബാത്റൂം പോകണം എന്ത് എന്താട്ടിയേ എന്താണ് കാട്ടിയേ അതൊന്നും പ്രശ്നമില്ല ഇവിടെ ഒരു അടി അടിച്ചാൽ നമുക്ക് വരുത്താവൂല കാരണം എന്താ എനിക്ക് പറ്റൂല എനിക്ക് നോക്കാം ചന്തിക്കടിച്ചാൻ പറ്റണോ യാ അവലുണ്ടാക്കിക്കണ കുഞ്ഞാളെ വല്ലാതെ അല്ലട്ടോ എന്തിനപ്പ ഗ്യാസ് കഴിച്ചു ആ ഗ്യാസ് ഇല്ല ഫോണാണ് ഇങ്ങനെ അറിയില്ല ഓണാ ഇതെന്തൊരു ജ്യൂസ് അടി ടാങ്കോ ടാങ്ക എനിക്കിഷ്ട പിങ്ക് ടാങ്കോ പക്ഷെ ടാങ്ക് ഒന്ന് കുട്ടിയൊക്കെ കൊടുക്കാൻ പാടില്ല പരസ്യത്തിൽ കാണുന്നുണ്ട് കണ്ട് ഞങ്ങൾ ടാങ്ക് കുടിച്ചു സ്കൂൾ വിട്ടപ്പോൾ ഞങ്ങൾ ടാങ്ക് കുടിച്ചു പറഞ്ഞാണ്ട് പരസ്യം കണ്ട് കണ്ടേ മിച്ചായി കണ്ട് കണ്ടേ അവലോ അവല ഇഷ്ടം ഇഷ്ടല്ല അചിന്തി ആശിത ഇളക്കിയാണ്ട് കളയാണ്ടല്ലോ അങ്ങനെ ഗായ്സ് എന്ത് ഓനൊക്കെ ഫുൾ മാർക്കാ 9 9 ഓനെ എല്ലാത്തിനും സ്പെല്ലിങ് പറയും ഇതൊക്കെ കുട്ടിയാൽ അതൊക്കെ കരുതിങ്ങള് ആ കേട്ടെഴുതുക സ്പെല്ലിങ് അറിഞ്ഞാലല്ലേ അപ്പൊ നിങ്ങളെങ്ങോട്ട് പോയിനി ഞങ്ങളിപ്പോ അതിന്റെ ഓട്ടോറിക്ഷയിലല്ലോ വന്നപ്പോ എന്തപ്പോ നേരം വൈകി നിങ്ങളിന്ന് വിരുന്നേരം ഇറങ്ങാണ്ട് എന്നിട്ട് ഈ നേരത്തോ എന്നാ ചോറിന്നിട്ട് പോന്നൂടേനോ ആരോട് എന്നോട് പറയാനേ ഞങ്ങളോട് പറഞ്ഞല്ലോ മീറ്റ് വൈകുന്നേരത്തിന് ആ ഇന്നലെ പറഞ്ഞേന് എന്നിട്ട് എന്താ ഫുഡ് കൊണ്ടുവരാനൊന്നും പറയാനേ
പെട്ടെന്ന് പോകണ്ട്. പോകാൻ നിൽക്കുന്നോള്. അപ്പൊ ഞാൻ പറഞ്ഞേ അതല്ല സാധാ ചോറാണ് നിങ്ങൾ നിക്കൂല. ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചു. വിളിച്ചാലേ ക്ഷണം സ്വീകരിക്കും. നിങ്ങൾ സൽക്കരിക്കണം. സിനായൊക്കെ നിക്കണേ. ഞാൻ്റെ മാക്സി ഉണ്ടെക്കണേ. ഞാൻ നയിച്ചിട്ടാണ്. ഞാൻ അടക്കേ കാൽമലേ വിനായ നൈറ്റി അനിച്ചു കൊടുത്ത. ഇവിടെ വന്നാ ഇവിടെ വാ ഇങ്ങോട്ട് വാ. എൻ്റെ മാക്സി ഒന്ന് കാണട്ടെ. നൈറ്റി ഇവിടെ വാ. ഡ്രസ്സ് കാണട്ടെ. നല്ല ചൊറുക്കുണ്ട്. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. ആ നീ ഒരു ഡാൻസ് കളിച്ചാ. ആ ഒരു പാട്ടിട്ട് പറഞ്ഞ ഡാൻസ് കളിച്ചാ. കളിച്ചിനായ പിന്നെ ഫുള്ള് 9-ൽ 9 കിട്ടിയിരിക്കണു. പിന്നെ കേട്ടില്ല. ഇതിന്റെ സ്പെല്ലിങ് ചോദിച്ചു നോക്കാണ് ഞാൻ പറഞ്ഞുതരും. 4ന്റെ സ്പെല്ലിങ് അറിയാം നോക്കാതെ. 4ന്റെ മനസ്സിലാവും. സ്മാള് പറഞ്ഞത് ചൊബ്ബിട്ട് ശരിയായി. എല്ലാം ശരി തന്നെയാണ്. ഓണ്ടിലൊന്നും നിങ്ങൾക്ക് തെറ്റാണ്ട് വിട്ടായില്ല. നോക്കണ എന്താണ് ഓനിങ്ങനെ കാണാപ്പാട് ഞാൻ പറഞ്ഞേ. നോക്കുമ്പോ ഓൻ പറഞ്ഞത് ഒന്നും കാണുന്നില്ല. ലോങ്ങോ പഠിപ്പിച്ചിന് എഴുതിയിട്ടില്ല. ഇതേത് കളി കസാലേ കാൽമ തട്ടല് നല്ല വേദന ഉണ്ടാവും. അത് തട്ടിയാല് നല്ല വേദന ഉണ്ടാവും. ഇനായ അബ്രു ആ കുട്ടികളെ കാൽമ തട്ടിച്ചാല് ഇനായ ഒരു കുട്ടിക്ക് പാലെടുത്ത പനിയോ ഇന്നലെ കട്ടിൽ മന്നാണ് ചാടി വിട്ടി. കട്ടിൽ മന്നാണ് ചാടി വിട്ടി. മുണ്ടല്ലേ ഓനെന്താ മുണ്ടല്ലേ 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 എന്താ ആരാ പറഞ്ഞത്? ഞാന് എന്തോ ഒരു സ്വപ്നം ഇങ്ങനെ ശ്വാസം കിട്ടൂലൊക്കെ. കുട്ടിക്കൊരു സെപ്പറേറ്റ് പകുപ്പാണ് വെക്കല്. ഒരു കടക്ക ശരിയാവില്ല. പാലൊടുക്കുമ്പോഴൊക്കെ ഇവിടെ പോണ് പറഞ്ഞിട്ട് ഇവിടെ പെരും ചൂടായാലും ഓനക്കൊരു കാര്യ ഗൗരവം. ഞാനൊക്കെ അവളെ എടുത്തി അടിക്കാണ്ട് രാത്രി ലേറ്റ് ഒന്നുമില്ല തപ്പി പിടിച്ചാണ്ട് ബാക്ക് ചെന്നുകാണ്ട് അടിച്ചാലൊക്കെയാണ്. ഞാൻ എന്താ പറയാ ഇജ്ജ് ഇറങ്ങുമ്പോ നേരെ ലേറ്റ് ഇല്ലാതെ ഇറങ്ങി കഴിഞ്ഞാൽ ചവിട്ടു അതിനെ. അപ്പൊ അതാ ഞാൻ വേഗം ഇബ്രാഹിമേ കുട്ടികളാവുമ്പോ കട്ടിൽ നിൽക്കുകയൊക്കെ ചെയ്യും. പാലെടുത്ത നിങ്ങൾക്ക് അൽഫാമ ബ്രോസ്റ്റ് ഉണ്ട്? എന്നോടല്ലേ ചോദിച്ചു? എന്നോട് ചോദിച്ചു? എന്നോടാണ് ചോദിച്ചു? അൽഫാമ രസി ബ്രോ.
ഒരു കടയിൽ രണ്ടും ഉണ്ടാവില്ലേ, രണ്ട് കടയില്ല. അത് മധുരമുള്ളതല്ലേ, അത് വണ്ടൂരൊക്കെ. ട്രീ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ട്രീ ട്രീ മരം, മരത്തിന്റെ സ്പെല്ലിംഗ് ട്രീ ഞങ്ങളെ കണ്ണ് കാണില്ലല്ലോ. ഞാൻ നിങ്ങൾ കുയിന്താട്ടി വരില്ലെങ്കിൽ അങ്ങനെ സ്വഭാവം. അമ്മായി പറഞ്ഞപ്പോ തന്നെ മനസ്സിലായില്ല അല്ലേ അമ്മാനൊക്കെ സ്വഭാവം എന്താണ്. നീളം കുറഞ്ഞ കോഴിക്കോടൊക്കെ അടിച്ചിട്ടൊക്കെ ചെറുതിന്റെ സ്മാന്ന് പറയാം. ചോറ് വെച്ചിക്കണേല് അത് മനസ്സിലായി. അതല്ലെങ്കിൽ അതാ ചോദിച്ചത്. അതല്ല ഇജ്ജ് വെച്ചിക്കണോ? ചോറ് കേട് വേസ്റ്റ് ആവില്ലല്ലോ എന്ന് ചോദിച്ചേ തന്നെ. ഞാൻ ഗ്യാസ് പറ്റി ഇപ്പോഴാ കൊണ്ടു ഒന്നുമില്ല. ഇതൊരു ഒച്ചയും പുള്ളി കൊണ്ടൊന്ന് കേൾക്കണ കുടുങ്ങി കാല്, ആ കുട്ടിന്റെ കാല് ഇനി മതി എടുത്തേക്ക്. ഉച്ചക്കൊക്കെ ചോറ് വെക്കണുള്ളൂ അവിടെ പെരിയില്. വൈകുന്നേരത്തിന് ചോറ് ഇവിടുന്ന് തിന്നട്ടോ. ഓളതൊന്നും പറഞ്ഞിട്ടില്ല. അല്ല ഞാൻ സാധനം ഇപ്പൊ ഇതിനെ കൊണ്ടുവന്നു. അല്ല പിന്നെ സമയം ആവണുള്ളൂ. എന്താ മേത്തുന്നോട് അജ്ജിങ്ങനെ പറഞ്ഞിനി. ഇന്നലെ ബ്രോസ്റ്റ് വാങ്ങാന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇന്നലെ നിന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചോറ് കൂട്ടാനില്ലല്ലോ ഞങ്ങൾക്ക്. ഞാൻ പിന്നെ എന്തായാലും അതൊന്നല്ല എനിക്കൊരു വേറെ കാണലുണ്ട്. എനിക്ക് എന്റെ അമ്മാനിപ്പാനൊക്കെ അങ്ങനെ ഞങ്ങൾ ഇന്ന് മന്തിയും മന്തി കുറച്ചധികം അത് വീഡിയോ എടുക്കാനാ. ക്രീം രാത്രി ഉപയോഗിച്ച ക്രീം. എന്തായാലും ബ്രോസ്റ്റ് കഴിച്ചോ? റോസ്റ്റ് കഴിച്ചു, അൽഫാം കഴിച്ചു. പോട്ടേന്നാ പോട്ടേന്നാ പോട്ടെ. ഞങ്ങൾ ഇതായിരുന്നു അഭിനന്ദന്റെ ഉദ്ദേശം. ഒരു നേരത്തെ ആഹാരം. ഇതിലുണ്ടല്ലോ ഒരു ബിജോമേനോന്റെ ദിലീപിന്റെ മേരിക്കൊണ്ടിരിക്കും. ഞാൻ ദാസന് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ. അപ്പൊ അതപ്പാണ് നിലത്തുകൂടെ വലിച്ചു. അലങ്ങളൊക്കെ കഴിച്ചോ? എല്ലാരും നിന്നു. ജയിച്ചോ? എന്ത് പിന്നെ അൽഫാമൊക്കെ ബാക്കി ആയിക്കണല്ലോ. എല്ലാരും ബ്രോസ്റ്റില് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ബ്രോസ്റ്റ് ഓരോ പീസ് തിന്നു. ഞങ്ങളെല്ലാരും തിന്നു ഓരോ പീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ ഇത് തിന്നാ വെക്കല്ല. കഴിച്ചില്ലേ? ഇതാണ് വേണ്ടേ? ഏതായാലും വേണ്ടില്ല. ഏത് എനിക്ക് ആവശ്യമുണ്ടോ? ഇല്ല, രണ്ടു തിന്നു. രണ്ടല്ലേ വലിയൊരിപ്പോ വലുതല്ലേ ഇപ്പൊ ഞാൻ തിന്നല്. പിന്നെ ഇപ്പൊ ആ ഒരു ചോദ്യം ചോദിച്ചുമ്പോ ഇപ്പൊ അതിലെന്തോ ഒരു അങ്ങനെ കാന്താരിയാണതേ. കാന്താരി ഒരു സ്പൈസി കുറച്ചതാണ്. കാന്താരിന്റെ ഒരു ടേസ്റ്റ് ഇല്ലേ? അല്ല അങ്ങനെ കാന്താരി മതിയായിരുന്നു. എന്ത് പുണ്ണാടുന്നോ? ഉമ്മ കാന്താരി അൽഫാം കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പുണ്ണായോ? പുണ്ണാണടാ. ഞാൻ ചിലവർ അവര് കണ്ടെന്നുണ്ട് ഒരു പീസ്. ബ്രോസ്റ്റ് സ്പൈസി കഴിഞ്ഞോ?
നോർമൽ അല്ലേ റോസ്റ്റ് അല്ല രസം കഴിഞ്ഞു റോസ്റ്റ് തിന്നപ്പോഴേ ഞാൻ പപ്പടം കൂടിയില്ല. ഗായ്സ് അപ്പൊ ഞാനേ കൈക്കട്ടോ. ഞാൻ നിങ്ങളെ മാതിരി നന്നായിട്ട് തിന്നു. നമ്മളൊക്കെ കുറച്ച് തിന്ന ജീവിക്കാനുള്ള തീറ്റ തിന്നാൻ വേണ്ടി ജീവിക്കാല്ലേ ഞങ്ങളെ. ഇത് ഒരു പീസ് റോസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് തിന്നാ. എന്ത് ഇത് ജീവിക്കാൻ വേണ്ടിട്ട് കഴിക്കണേ. അല്ലെങ്കിൽ പറയാ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ ഡയലോഗിന് അവിടെ പ്രസക്തി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് തിന്നാ. ഇബ്രാഹിം അങ്ങനെ അവസാനം കുപ്പായിട്ടോ ഗൈസ്. പാപ്പാന്റെ കുപ്പായിട്ടില്ല. പാപ്പാന്റെ മന്തിയിലാണെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ സാധനമുണ്ടോ. ഗൈസ് അപ്പൊ കാന്താരി അൽഫാമും കൂട്ടിയാണ് ഇട്ടുന്നത് ചോറ് തീറ്റ. മക്കളും തന്നെ ചോറിനതുകൊണ്ട് ചോറിനതുകൊണ്ട് മക്കളെ ഓരോ രണ്ടെണ്ണം തന്നെ ഫുള്ളാക്കിയിട്ടില്ല. ഇബ്രു മാത്രമേ രണ്ടെണ്ണം തിന്നു. ബ്രോസ്റ്റോ ഇബ്രു മാത്രമേ 2 കഷ്ണം തിന്നത് പറയാം. അപ്പോൾ ഇതിന് മുന്നേ ചോറുന്നോ? ചോറിന് മുന്നേ മരുവിനെ തിന്നിങ്ങല്ലേ. അതിന് വെറുതെ അത് തിന്നാല് വയറുവേദന. ഇബ്രാഹിമൊക്കെ അതിൻ്റെ ആളല്ലേ. ഞാൻ നിൽക്കുക ചെയ്യും. അല്ലാതെ ഒറ്റക്ക് ഏതാ അങ്ങനെ ഇവിടൊക്കെ കുറച്ച് നാളെ കുറച്ച് മതിട്ടോ. അപ്പൊ കേസ് ആരും പേടിക്കണ്ട. കറണ്ട് പോയതാണ്. കറണ്ട് പോയി ഇൻവെർട്ടർ എന്തൊക്കെ ഓൺ ആക്കിയിട്ടാണ്ട് ഇൻവെർട്ടർ കഴിഞ്ഞ് എന്തിനാ വിളിച്ചണേ? നുള്ളിയൊക്കെ ഇബ്രാനോ ഇത് നുള്ളിയടാ. അഭിനയിച്ചാ നിക്കല്ലേ. എന്തിനാ നുള്ളിയെ പറയും? ജിബ്രാൻ ജിബ്രാനാ എന്തിനാ കുട്ടിനെ നുള്ളിയെ പറയും? നീ നുള്ളുവോ? ഇങ്ങോട്ടോക്കെ നീ നുള്ളുവോ? എന്തിനാ നുള്ളിയത്? മാന്തിയോ? ജോൻ എന്തെങ്കിലും മാന്തിയോ? പിന്നെ എന്തിനാ നുള്ളി? എന്തിനാ നുള്ളി? തലവേദനിച്ചിട്ടോ? അതിനെന്തിനാണ് ജോന നുള്ളണ? എന്തിനാണേ നുള്ളണ? എന്തിനാണേ? അഭിനയം നിർത്തിക്കട്ടെ ജിബ്രാനെ. പിന്നായാ നല്ല ചൊർക്കടിക്കാരൊക്കെ കൊണ്ടില്ല കുട്ടീനെ. വലിയ കുട്ടികളെ മാതിരി ഇരിക്കണ്. നൈറ്റ് ഇട്ടിട്ട് ചൊർക്കും കട്ടൊക്കെ ഇട്ടിക്കാടെ ഇക്കടോ ഇതിനെ കെട്ടിക്കാടെ ഒരുമ്മ തരുവാ. ഒരുമ്മ തരുവാ? ചൊർക്കും കട്ടെ തരൂല. ജിബ്രാൻ ഒരു ഉമ്മ തരുവോ? ഇപ്പച്ചിക്ക് തരൂല? തരുവോ? തരുവി കൊണ്ടാ? ഉണ്ടാ പഞ്ചുണ്ടോ? ഒരളം പനിയുണ്ടല്ലേ? എടി ജിബ്രാന് ചെറുതായിട്ട് പഞ്ചുണ്ട്. ചെറുതായിട്ട് കുറച്ച് മരുന്നുണ്ട്. പഞ്ചല്ലേ? നോക്കാം ശരിക്കും നോക്കാം തൊട്ടോ. ഇപ്പൊ പരിശോധിക്കാവുന്നതാണ്. അപ്പൊ ഓന് പനിയാണ് വേഗം വരും. എനിക്ക് വയറ്റൊന്നും പോയി നിന്ന്
ഇവിടെ ആളിലുണ്ട് വഴക്കുന്നു ട്രൗസർ കൂടിയ പോത്തിനുണ്ട് എന്നിട്ടുണ്ടെന്ന് ഒലോളിച്ചത് പേടിച്ചിട്ടേ എന്റെ സ്വഭാവം തല്ലും കരുതിയിട്ട് അങ്ങനെയല്ല ഓനങ്ങനെ നിലത്ത് ആകലില്ലല്ലോ കരിഞ്ഞായിരുന്നു ഇപ്പൊ കരിഞ്ഞായിരുന്നു അവിടെ കണ്ടോ ലൈറ്റ് എത്തണ എന്റെ പേസ് വർക്ക് ചെയ്യുന്നുണ്ട് കരണ്ട് പോയും ചെയ്തു അങ്ങനെ ഇപ്പൊ 2-3 വട്ടായി ഇങ്ങനെ പോയി ഇബ്രാനെ മരുന്ന് ഏതെങ്കിലും കൊടുക്കട്ടെ പാരാസെറ്റാമോൾ പാരസെറ്റമോളില്ല മസ്താളുള്ളൂ അത്ര കുറച്ച് കൊടുത്താൽ മതി എന്നാ കുറച്ച് കുടിച്ചാൽ മതിട്ടോ ആ നല്ല പനിച്ചില്ലേ ഇതിന് പനിച്ചുണ്ട് ഷോക്ക് ഇപ്പൊ തലക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ചൂട് പോകുന്നുണ്ട് നീരിറങ്ങണോ മുണ്ടിടാൻ വെള്ളം ബീച്ച് എന്തോ കുറച്ചേരൊക്കെ ഞാൻ സഹിച്ചു കേട്ടോ ഞാനോട് പറഞ്ഞോ എന്റെ അമ്മയാണ് എന്റെ അമ്മ പറഞ്ഞാൽ കേൾക്കൂല നിനക്കറിയില്ലേ അതല്ല ഞാൻ അതോടെ നിക്കാത്തത് ടീഷമോളും ഞാൻ മൂത്രയിച്ചിക്കണേ നിങ്ങൾ പടങ്ങൾ ഇന്ന് വേണമെങ്കിൽ ഞങ്ങളെ റൂമിൽ കടന്നോളൂ നമ്മ പോണേ പോയിക്കോട്ടെ വേണ്ട നിങ്ങളെ റൂമിൽ തന്നെ കടന്നോളൂ കേട്ടോ ഓഫർ കഴിഞ്ഞു ഓഫർ 2 മിനിറ്റ് വേണ്ട പറഞ്ഞോട് കൂടി കഴിഞ്ഞു മരുന്ന് കുടിച്ച് രോഗം മാറണമെങ്കിൽ സൂചി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുടിച്ചോ ഇന്ന വേഗം വെള്ളം കുടിച്ച കുറച്ച് കൊടുത്ത് അടിക്കാം തൊള്ളിക്കാക്കല കുറച്ച് പോയി കുത്രക്കലല്ലേ ഇതിന്റെ ഉള്ളില് ആണോ അതിന്റെ ഒരു സ്വഭാവം കാട്ടിക്കൂട്ടലൊക്കെ നല്ല പനിയാട്ടന്നെ ഇബ്രാനും ചെറുതായിട്ട് പനിക്കുന്നുണ്ട് റോസ്റ്റ് കഴിച്ചിട്ടില്ല വേറെ എന്താ തിന്നേ എന്താടാ അതിന് ടച്ച് പോയോ ചാടിച്ചിട്ട് കേടെത്തില്ലേ അതിന്റെ പരിപ്പ് എടുത്തില്ലേ ക്ലോസ് ചെയ്യാൻ വേണ്ടി ശരിയല്ലേ കറണ്ട് വന്നിക്കണടി വന്നിന് പോയിക്കണ അപ്പൊ തന്നെ ഇല്ലല്ല ഓഫാക്കാം ഗൈസ് അപ്പൊ കറണ്ട് ഇല്ല അതുകൊണ്ട് ഇൻവെർട്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വ്ളോഗ് ഇന്ന് ഇവിടെ നിർത്താട്ടെ ഗൈസ് ഒന്നും തോന്നരുതേ രാവിലെ എന്റെ അടുത്ത് കിടന്നോളാം അതല്ല ഇത് പോയ സ്കൂൾക്ക് ആവുമ്പോ ഇങ്ങോട്ട് വരുമോ ഇത് ഉറങ്ങൂല അടങ്ങിയിരുന്ന് ഉറങ്ങൂല നിങ്ങളേ ഇവര് ഉറങ്ങിയിട്ടില്ലാന്നുണ്ടെങ്കിലേ അപ്പനിക്ക് വിളിച്ചണം കേട്ടോ ചവിട്ടാനിട്ട് അടിച്ച് പൊട്ടിക്കും ഞാൻ ചിഞ്ചുമാമാനത്ത് കടന്നോണ്ട് ചിഞ്ചുമാമാനക്കാക്കൂല്ലാടെ ചിഞ്ചുമാമാനത്ത് കടന്നോണ്ടു ഇവർ കാക്കു 8 മണിയാകുമ്പോ നീ മാമ കുളിച്ചുട്ടോ അപ്പൊ അങ്ങോട്ട് പോരണം കേട്ടോ മറ്റു പോന്നോട്ടെ നാളെ സ്കൂളുണ്ട് രാവിലെ പറഞ്ഞേക്കാം അതിനിങ്ങനെ പതുങ്ങി നിക്കേനി ഇപ്പം പോയി ഒറ്റ കൊടുത്തതാണ് ഓനോട് ഞാൻ പറഞ്ഞേ നാളെ വാലപാടി വിട്ടിട്ട് ഇജ്ജ് നിക്കാൻ വരിക ഇന്ന് ഇബ്രുക്കാക്ക് വരും അപ്പൊ ഓനക്ക് മനസ്സിലായി അപ്പൊ ഇമ്മ പറഞ്ഞു അപ്പോഴോട് പറയണ്ട ഫോൺ കളിച്ചു
കുത്തിരുന്നോട്ടെ കേട്ടിക്കണ് അപ്പൊ പോയി ഒറ്റ കൊടുക്കാന്ന് പറഞ്ഞ അത്ര ഇഷ്ടമുള്ള കാര്യം ഉണ്ടല്ലോ. എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ ഞങ്ങൾ എടുത്ത് വെച്ചാണ്ട് ഇവര് സ്കൂളിൽ വരുമ്പോ പറയണ്ടിട്ട് പറഞ്ഞാല് വരുമ്പോഴത്തേന് അവിടെ പോയി പാഞ്ഞു പറയാം. ഇബ്രാനല്ലേ ഇനാനോട് പറഞ്ഞാല് ഞങ്ങളെ ഫ്രിഡ്ജിൽ കുനാഫ ചോക്ലേറ്റ് ഉണ്ട്. ഇനായ പെരുന്നൂലാണല്ലോ തന്നെ ജിബ്രാനെ പറ്റിച്ച ഇനായ ഉണ്ടേന് അന്നേ കാര്യം അന്ന് നമ്മളാ പ്രമോഷന് കിട്ടിയത്. പക്ഷെ ഓള് ഇന്നലെയാണ് പോയി പറഞ്ഞിരിക്കുന്നത്. പെരുന്നാടി പോന്നപ്പോ ഇനായനോട് അത് പറഞ്ഞിട്ടാണ് പോന്നിക്കണത്. ഞങ്ങളെ പ്രമോഷൻ കിട്ടിയ കുനാബ ചോക്ലേറ്റ് എനിക്ക് തരൂല. ഞങ്ങളെ വീട്ടില് ഫ്രിഡ്ജിൽ കുറെ ഗെയിമൊക്കെ ഡിലീറ്റ് ആക്കുന്നോ? ഗെയിമും ആ ഒരു ഗെയിം അതിൽ നിന്നോട്ടെ. ഏത് ആ ചാടിപ്പോണേ അല്ലേ? അത് ഓന്റെ ഗെയിമാണ്. അത് ഓന്റെ ഗെയിമാണ്. ഇപ്പൊ ഓന്റെ ഗെയിമാണ്. ഇപ്പൊ ഇതില് യൂട്യൂബ് ഓൾറെഡി ഇല്ലേ? നീ യൂട്യൂബിൽ കളഞ്ഞാലുള്ളൂ. യൂട്യൂബിൽ കളഞ്ഞാല് പിന്നെ എനിക്ക് കിട്ടൂല കേട്ടോ. പിന്നെ അത് കളഞ്ഞാണ്ട് ഗെയിം കളയണം പറഞ്ഞാൽ കളയില്ല. മനസ്സിലായോ? യൂട്യൂബ് കളയാതെ നാളെ നോക്കിയാ യൂട്യൂബ് ഉണ്ടാകും. നീർക്കെട്ട് വരും. നെറ്റ് മതി. ഇനി ഉറങ്ങിക്കണമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഉറങ്ങിക്കോട്ടെ. പിന്നെ ടാറ്റ ബൈ ബൈ കാട്ടിക്ക. പിന്നെ ഇങ്ങോട്ടോക്ക് ഒരു ടാറ്റ. അത് അസ്സലാമലൈക്കും കാട്ടിക്ക. ഞാൻ ഇങ്ങോട്ട് നോക്കിയാണ് കൊണ്ടാ. അസ്സലാമലൈക്കും. കുപ്പി കൊണ്ടുവരണ്ടോ? അത് എപ്പോഴും ലീക്കാകുന്ന കുപ്പിയെ. പിന്നെ എന്റെ ജേസി അവിടെ ഇട്ടാണ് മറന്നിച്ച് പോലെ കേട്ടോ. അതെന്താ അവിടെ അതിനാണ് ഒരു കുളിച്ചായിരുന്നു. ആയിക്കോട്ടെ. അത് വരുമ്പോ മദ്രസ വിട്ടിട്ട് വരുമ്പോ കൊണ്ടുവരണം. ജേസി മറക്കരുത്. അത് അബ്രുവിന്റെ അടുത്ത് കൊടുത്തേക്കണം. അബ്രുവിന്റെ അടുത്ത് കൊടുത്തേക്കണം കേട്ടോ ഈ ജേസി. ഒറ്റ കൊടുത്താൽ കിട്ടുന്ന കപ്പിച്ച കാശിനായിരുന്നെങ്കിൽ അത് ഞാൻ പിച്ച തരുന്നമായിരുന്നല്ലോ ജിബ്രാനെ. ക്രോക്സോ ഇനായന്റെ ചെരുപ്പ് ഇതട്ടെ ഇനായ. ഓ ഇനിയിപ്പൊ നനഞ്ഞ ഇടലുണ്ടാവില്ല. നനഞ്ഞതും ചെടിയായതൊന്നും ഇല്ല. അബ്രുവിന് മുട്ടിയാണതേ. ഇബ്രു മദ്രസ ഇട്ടിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടാ. ജിബ്രാനതല്ല. ജിബ്രാൻ മെയിനായിട്ട് നമ്മളടുത്ത് കിടക്കാൻ വേണ്ടിട്ട് നമ്മളടുത്ത് കിടക്കാൻ വേണ്ടിട്ട് ഒറ്റ കൊടുക്കുന്ന ആളാണ് അല്ലേ? കേട്ടോല് പോയപ്പോ കരണ്ട് വന്നിട്ടോ. എന്തൊരു ഐശ്വര്യം അല്ലേ? അപ്പൊ തന്നെ പോകുന്നുള്ളൂ അല്ലേ? മണ്ണും പോയി നിക്കുന്നു.